ഇന്നലെ നല്ല തകർപ്പൻ മഴയായിരുന്നു. തകർപ്പൻ മഴ, രാത്രിയും ഫുള്ള് മഴയായിരുന്നു. അപ്പം എന്താണ്, വീടിൻ്റെ മുറ്റത്തും ഒക്കെ നല്ലപോലെ മഴ പെയ്ത് വെള്ളം കയറി. കാരണം എന്ന് വെച്ചാൽ നല്ല മഴയാണ്, അത് പെട്ടെന്ന് വലിഞ്ഞു പോകും എന്ന് പറഞ്ഞാലും ആ വെള്ളം കയറുന്ന സമയത്ത് അത് വലിയ ഗുലുമാല. കണ്ടില്ലേ, ചെടിയൊക്കെ ഏതായാലും നല്ല ചെടിച്ചട്ടിയിലൊക്കെ കണ്ടോ വെള്ളം കിടക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു രാത്രിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുറ്റം നന്നായിട്ട് പൊക്കിയപ്പോഴത്തേനും മുറ്റത്തു നിന്നുള്ള വെള്ളം അകത്തേക്ക് കയറി. ഇനി അവിടെ ഒരു പൈപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് നമ്മൾ പറമ്പിലേക്ക് ഒരു കുഴലൊക്കെ ഇട്ടിട്ട് മഴവെള്ളം പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. ഇപ്പം കണ്ടില്ലേ, പറമ്പിലുമൊക്കെ കണ്ടില്ലേ വെള്ളം കയറുന്നുണ്ടോ. അത് ഈ ഇതാണ് മഴവെള്ളമാണ്. ഇനി അത് ഒലിച്ച് പോകണം, പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകണം. പിന്നെ ഇന്നലത്തെ മഴ കൊണ്ടൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ചെടിക്കൊക്കെ നല്ല ഗുണം കിട്ടി. കാരണം എന്ന് വെച്ചാൽ നല്ല നനവും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഒരു പണി നമുക്കും കിട്ടി, പെരക്കകത്തൊക്കെ വെള്ളം കയറി. ആ കാഴ്ചയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചൻ 40 കളവാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇന്നലെ രാത്രിയിലൊക്കെ പെരുമഴയായിരുന്നു കേട്ടോ, പെരുമഴ. ഇപ്പോഴാണ് ഒരു ചെറിയ ശമനം വന്നത്. ആ നേരത്തേക്ക് ഞാൻ ആ വെള്ളങ്ങളൊക്കെ ഒന്ന് വീടിനകത്ത് കയറിയ മുറ്റമൊക്കെ പൊക്കി പറമ്പൊക്കെ പൊക്കിയപ്പോൾ വീടിനകത്തേക്ക് കുറച്ച് വെള്ളം കയറിയായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പം പറമ്പ് വഴി പുറത്തേക്ക് കളയാനുള്ള ഒരു ചാലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അത് പണിക്കാരും ഒക്കെ വന്നിട്ട് അതിൻ്റെ പണികൾ നടക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. മുറ്റമൊക്കെ പൊക്കിയപ്പോൾ കണ്ടില്ലേ, പെരക്കകത്തേക്ക് വെള്ളം കയറിയാണ്. അതിപ്പം വെള്ളം കളയാൻ വേണ്ടി ഒരു ചാലെടുത്തുകൊണ്ട് പൈപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പുറത്തോട്ട് കളയുകയാണ്. പിന്നെ അത് ആ മോട്ടർ വെച്ച് ആദ്യം പറ്റിക്കുകയാണ്. അകത്തെ മുറിക്കകത്തും കയറി, ഇവിടെ തിണ്ണയിലും കയറി. കണ്ടോ, നമ്മുടെ ഇവിടെ പെരക്കകത്തൊക്കെ വെള്ളം കയറി. മഴ വന്നപ്പോൾ തന്നെ പെരക്കകത്തൊക്കെ കണ്ടോ, മീൻ പിടിക്കുന്ന ഒരു പരിപാടി. കണ്ടോ, വെള്ളം കയറിപ്പോയി. കാരണം എന്താ വെച്ചാൽ അതിശക്തമായ മഴ വന്നപ്പോൾ മുറ്റം പൊക്കിയായിരുന്നല്ലോ. പിന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ മാർഗമാണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് നമ്മുടെ രമേശനാണ് കുത്തിപ്പൊളിച്ച് അങ്ങോട്ട് പുറത്തോട്ട് ഇതിടുന്നു. പിന്നെ വേണ്ട ഇവിടെ വെള്ളം പറ്റിക്കാം, മോട്ടർ ഇട്ട്. കണ്ടോ, ഈ 2 സ്ഥലത്ത് വെള്ളം കയറി.